ശബരിമലയിൽ ഇതുവരെ 51 യുവതികൾ ദർശനം നടത്തിയെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുകയാണ്. എന്നാൽ ഇത് പച്ചക്കള്ളമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 51 യുവതികൾ ശബരിമലയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല. സർക്കാർ പ്രസിദ്ധീകരിച്ച ലിസ്റ്റിൽ ഇവരുടെ ഫോൺ നമ്പർ അടക്കം നൽകിയിട്ടുണ്ട്. എന്നാൽ പലരുടെയും ഫോൺ നമ്പറിൽ വിളിക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന മട്ടിലാണ് പലരും പ്രതികരിക്കുന്നത്. ചിലർ 50 വയസ്സ് കഴിഞ്ഞവരാണ്. എന്നാൽ ചിലരുടെ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടപ്പോൾ ലഭിച്ചത് പുരുഷന്മാരെയാണ്. അവരും ശബരിമലയിൽ പോകുന്നവരാണെന്നും എന്നാൽ സ്ത്രീകളെ കൊണ്ടുപോയിട്ടില്ലെന്നുമാണ് ഇവർ പറയുന്നത്. ശബരിമലയിൽ 51 യുവതികൾ ദർശനം നടത്തിയതായി അവകാശപ്പെട്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച പട്ടികയിൽ അവ്യക്തത. പട്ടികയിൽ നൽകിയിരിക്കുന്ന 10 ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെട്ടപ്പോഴും പുരുഷന്മാരാണ് സംസാരിച്ചത്. 10 പേരിൽ 3 പേരുടെ ബന്ധുക്കളായ സ്ത്രീകൾ ശബരിമലയിൽ പോയിട്ടുണ്ട്. അവർക്ക് 50 വയസ്സിൽ കൂടുതൽ പ്രായമുണ്ട്. സംസാരിച്ച പുരുഷന്മാരിൽ ചിലർ ശബരിമലയിൽ പോയിട്ടുണ്ട്. ഭാര്യമാരെ ആരും ഒപ്പം കൂട്ടിയിട്ടില്ല. വിവാഹം കഴിക്കാത്ത പുരുഷന്മാരുടെ ഫോൺ നമ്പർ പോലും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടെന്നും അന്വേഷണത്തിൽ വ്യക്തമാകുന്നു. 51 യുവതികൾ ശബരിമലയിൽ ദർശനം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇവരുടെ പേരും മറ്റു വിവരങ്ങളും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചത്. സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ശബരിമല ദർശനത്തിനെത്തിയ ബിന്ദുവും കനകദുർഗയും സമർപ്പിച്ച ഹർജി പരിഗണിക്കുമ്പോഴാണ് സംസ്ഥാന സർക്കാർ യുവതികളുടെ പട്ടിക സമർപ്പിച്ചത്. തമിഴ്നാട്, ആന്ധ്ര, പോണ്ടിച്ചേരി എന്നിവിടങ്ങളിൽ നിന്ന് ശബരിമലയിൽ എത്തിയതായി കാണിച്ച് സർക്കാർ സമർപ്പിച്ച പട്ടികയിലുള്ളവരെയാണ് ബന്ധപ്പെട്ടത്. ഫോൺ നമ്പറുകൾ സുപ്രീം കോടതിയിൽ നൽകിയതിൽ പലരും ആശങ്ക പ്രകടിപ്പിച്ചു. കോടതിയിൽ സർക്കാർ പട്ടിക സമർപ്പിച്ച ശേഷം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കോളുകൾ വരുന്നതായും ഭയം തോന്നുന്നതായും ചിലർ പറഞ്ഞു. ആധാർ കാർഡിലെ വിവരങ്ങൾ തെറ്റായി രേഖപ്പെടുത്തി ആശയക്കുഴപ്പത്തിനിടയാക്കിയെന്നും ചിലർ പറയുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളം എക്സ്പ്രസ്.